തന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ ജസ്റ്റിസ് കർണന്റെ തിരിച്ചടി. സുപ്രീം കോടതിയിലെ 7 ജഡ്ജിമാരുടെയും മാനസിക നിലയാണ് പരിശോധിക്കേണ്ടതെന്ന് കർണൻ ഉത്തരവിട്ടു. തന്റെ മാനസിക നില പരിശോധിക്കാൻ ശ്രമിച്ചാൽ പശ്ചിമ ബംഗാളിലെ DGPയെ സസ്പെൻഡ് ചെയ്യുമെന്നും കർണൻ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി എം സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, സുപ്രീം കോടതി ജഡ്ജിമാരുടെ അത്തരത്തിലൊരു വിധിക്ക് പിന്നാലെയാണ് കർണന്റെ മറ്റൊരു ഉത്തരവ്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ നേരത്തെ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിച്ച കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CS കർണനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ 7 ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് രാവിലെ പുറപ്പെടുവിച്ചിരുന്നത്. കൊൽക്കത്തയിലെ സർക്കാർ ഡോക്ടർമാരുടെ സംഘം ജസ്റ്റിസ് കർണനെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിട്ടത്. മെയ് 4-ന് പരിശോധന നടത്തി 8-നകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള ഉത്തരവാണ് സുപ്രീം കോടതി 7 ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് കർണന്റെ ഉത്തരവുകൾ നടപ്പിലാക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇത്തരത്തിൽ വൈദ്യ പരിശോധനക്കായി പോലീസ് സംഘം ഈ ഡോക്ടർമാരുടെ സംഘത്തിന് സഹായം നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ജസ്റ്റിസ് കർണൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടത്. തനിക്കെതിരെ ഉത്തരവിട്ട സുപ്രീം കോടതിയിലെ 7 ജഡ്ജിമാർക്കാണ് വൈദ്യപരിശോധന ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ DGPയെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്നും ജസ്റ്റിസ് കർണൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരത്തിൽ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കർണനും സുപ്രീം കോടതി ജഡ്ജിമാരും തമ്മിലാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അസാധാരണമായ സംഭവവികാസം എന്നാണ് ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക. അജിംഷാ, അതായത് സന്തോഷം, അതായത് നേരത്തെ തന്നെ പരസ്പരം അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ജുഡീഷ്യറിക്കിടയിലെ ഭിന്നത, വ്യക്തിപരമായ ഭിന്നതകൾ എന്ന രീതിയിലേക്കാണ് ഒരു മാനം ഉയർന്നത്. ഇതിൽ മറ്റൊന്ന്, ജസ്റ്റിസ് കർണൻ ദളിതനായതുകൊണ്ട് ഇത്തരത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു എന്ന കർണന്റെ തന്നെ വിമർശനം. ഈ രീതിയിലേക്കൊക്കെയാണ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ അതാണ് മറ്റൊരു ട്വിസ്റ്റിലേക്ക് ഇന്നെത്തിയത്. അതായത് കർണന്റെ മാനസിക നില പരിശോധിക്കണമെന്നും കർണൻ പുറപ്പെടുവിച്ച ഇത്രാം തീയതി മുതൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾ നടപ്പാക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്താണ് ഈ ട്വിസ്റ്റിന്റെ അർത്ഥം? എന്താണ് നിയമവൃത്തങ്ങൾ ഇതേ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? അജിംഷാദ്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ജസ്റ്റിസ് കർണനും തമ്മിലുള്ള ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ചു നാളായി. ഈ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ ജസ്റ്റിസ് കർണൻ സ്വമേധയാ ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. അതായത് ആദ്യം വിദേശ യാത്ര വിലക്ക് ഏർപ്പെടുത്തി, അതിനുശേഷം വിമാനയാത്ര വിലക്ക് ഏർപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഉത്തരവുകൾ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ കർണൻ പുറപ്പെടുവിച്ചിരുന്നു. ഇത് കൂടാതെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അഴിമതിക്കാരാണ് എന്നുള്ള ആരോപണം നടത്തുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി ജഡ്ജിമാർ തന്റെ വസതിയിൽ ഹാജരാകണം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ചില ഉത്തരവുകളാണ് സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ പുറപ്പെടുവിച്ചത്. താൻ ദളിതനായതുകൊണ്ട് പല വിവേചനം നേരിടേണ്ടി വരുന്നു എന്നുള്ള ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രത്യേകമായി ഈ വിഷയങ്ങൾ പരിഗണിക്കുന്നതിനായി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷനായ 7 ബെഞ്ച് ഇത്തരത്തിലുള്ള ഒരു ബെഞ്ച് ചേരുകയും ജസ്റ്റിസ് കർണനെ വൈദ്യപരിശോധന നടത്തണം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. അജിംഷാ, ശരി, സന്തോഷ് M ആണ് വിവരങ്ങൾ നൽകിയത്. തന്നെ മാനസിക നില പരിശോധിക്കാൻ വന്നാൽ DGPയെ സസ്പെൻഡ് ചെയ്യുമെന്നും ഉത്തരവ് പുറപ്പെടുവിച്ച ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള 7 പേരെയാണ് മാനസിക നില പരിശോധിക്കാൻ വിധേയമാക്കേണ്ടതെന്നും കർണന്റെ തിരിച്ചുള്ള ഉത്തരവ്. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് M സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, തൃശൂർ പൂരത്തിന്റെ പേരിലെ വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി VS സുനിൽകുമാർ. പൂരത്തിന്റെ പേരിൽ ഒരു വിഭാഗം ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പൂരത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കരുത്. പൂരത്തിന് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന പ്രസ്താവന അസംബന്ധമാണെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുന്നു എന്ന നിലയിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. കേന്ദ്ര നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ലൈസൻസ് സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്നത്. ആ ഗവൺമെന്റ് ഇത് ചെയ്തില്ല, ഞങ്ങളുടെ ഗവൺമെന്റാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്ക് പറയുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. തൃശൂർ പൂരത്തെ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി ഉപയോഗിക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ.
തൃശൂർ പൂരത്തിലെ പരമ്പരാഗത വെടിക്കെട്ടിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്രം പൂരത്തിനെതിരല്ലെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ദില്ലിയിൽ പറഞ്ഞു. നിലവിലെ വിവാദങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. So there is no need for any Puram well-wisher to think that we are obstructing the process. Not at all. The offer to have licenses given for manufacturers of traditional explosives was a unilateral from our side offer. ടി.പി. സെൻകുമാറിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കോടതി അലക്ഷ്യ കേസ് പരാമർശിക്കാതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ കേസിൽ നിന്ന് പിന്മാറി. കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശം ഭയന്നാണ് അഭിഭാഷകന്റെ പിന്മാറ്റം. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ആദ്യ ഘട്ടത്തിലെ പിന്മാറ്റത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പോൾ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? അതോ നേരത്തെ വന്ന വാർത്തകൾ സ്ഥിരീകരിച്ച് തുടരാവുന്ന അവസ്ഥ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? സന്തോഷ് സർലിംഗ്. ജിംഷാദ്, ഉച്ചയ്ക്ക് കോടതി പിരിഞ്ഞതിന് ശേഷം വീണ്ടും ചേരുമ്പോൾ സെൻകുമാർ വീണ്ടും പരാമർശം നടത്തിയേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു നീക്കവും ഉണ്ടായില്ല. ഇന്ന് രാവിലെയാണ് ഈ ചീഫ് സെക്രട്ടറി എതിർകക്ഷിയാക്കി ടി.പി. സെൻകുമാർ സംസ്ഥാന സർക്കാരിനെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജി നേരത്തെ വേഗത്തിൽ പരിഗണിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. ഇതിനായി സെൻകുമാറിന്റെ അഭിഭാഷകൻ എത്തുകയും ചെയ്തു. കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിന്റെ ബെഞ്ചിന് മുമ്പിൽ ഇതിനായി സെൻകുമാറിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്താവിയാണ് എത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയും അഭിഭാഷകർ ഹാജരായിരുന്നു. എന്നാൽ അവസാന നിമിഷം അത്യന്തം നാടകീയമായി തന്നെ കോടതി അലക്ഷ്യ ഹർജി പരാമർശിക്കാതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ പിന്മാറി. കോടതിയിൽ നിന്നും പ്രതികൂല പരാമർശം ഉണ്ടാകും എന്നതിനാലാണ് പിന്മാറ്റമെന്നാണ് സൂചന. എന്തായാലും 24-ാം തീയതി ഉത്തരവ് വന്ന് 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സെൻകുമാർ സുപ്രീം കോടതിയിൽ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു. സർക്കാരിന് നടപടിയെടുക്കാൻ പോലും സമയം നൽകാതെ വേഗത്തിലുള്ള നീക്കം സുപ്രീം കോടതി ചോദ്യം ചെയ്താൽ അത് സെൻകുമാറിന് തിരിച്ചടിയാകും. ഇതാണ് ഈ പിന്മാറ്റത്തിന് കാരണമായതെന്നാണ് അറിയുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മെയ് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെമ്പാടും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിൽ ലക്ഷങ്ങളാണ് അണിനിരന്നത്. ലോക തൊഴിലാളി ദിനത്തിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിലും പൊതുസമ്മേളനങ്ങളിലും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കാളികളായി. തലസ്ഥാന നഗരിയിൽ CITU-വിന്റെയും INTUC-യുടെയും AITUC-യുടെയും നേതൃത്വത്തിൽ റാലികൾ നടന്നു. CITU-വിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി CITU ജില്ലാ സെക്രട്ടറി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചേർന്ന സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ നടന്ന പൊതുസമ്മേളനം ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചിന്നക്കടയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ റാലി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ റാലി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാമ്പാടി ആലമ്പള്ളിയിൽ നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. തുടർന്ന് CMS സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാടും കോഴിക്കോടും കണ്ണൂരും തൃശൂരും മലപ്പുറത്തും കാസർഗോഡും വയനാടും വിവിധ കേന്ദ്രങ്ങളിൽ മെയ്ദിന റാലികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ നഗരത്തിൽ നടന്ന റാലി CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്ത നിഷേധിച്ച് സ്കറിയ തോമസ്. അതായത് നേരത്തെ സ്കറിയ തോമസ് മാണിയെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ചില ആലോചനകൾ നടക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ വാർത്ത തെറ്റാണെന്നാണ് ഇപ്പോൾ സ്കറിയ തോമസ് തന്നെ എത്തി അറിയിച്ചിരിക്കുന്നത്. സ്കറിയ തോമസ് ഇപ്പോൾ ലൈനിലുണ്ട്, ഞങ്ങളുടെ ലൈനിലുണ്ട്. ശ്രീ സ്കറിയ തോമസ്, നേരത്തെ അത്തരത്തിലൊരു വാർത്ത വന്നിരുന്നു. ഇൻഫോമിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അത് തെറ്റായ വാർത്തയാണ്. രാഷ്ട്രീയമായി യാതൊരു ചർച്ചയും അവിടെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയല്ലായിരുന്നു. അവിടെ കർഷകരുടെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അതിനു വേണ്ടിയിട്ട് എടുത്തൊരു കൂട്ടായ്മ. അവിടെ യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും മുന്നണിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒന്നും നടന്നിട്ടില്ല. അത് തെറ്റായ ഒരു വാർത്തയാണ്. അത് കൂടാതെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് ആരെയും ക്ഷണിക്കാൻ അത് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല CPIയുടെ
എല്ലാവരും കൂടെ കൂടി ഉള്ള ഒരു തീരുമാനത്തിന് മാത്രമേ അവിടെ വിലയുള്ളൂ. അല്ല ഓരോരുത്തരെ വിളിക്കുക ക്ഷണിക്കുക എന്ന് പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അതായത് LDF-ന്റെ ഒരു നേതാക്കന്മാരോ അത്തരത്തിലൊരു നീക്കത്തിന് താങ്കളെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നല്ലേ? ഇല്ല. അത് ചെയ്യേണ്ടത് ഇടതുപക്ഷ മുന്നണിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. അത് ആ ഘട്ടത്തിൽ. പിന്നെ എങ്ങനെ ഈ വാർത്ത പ്രചരിച്ചു? ഈ വാർത്തയോടുള്ള താങ്കളുടെ പ്രതികരണം? ഇത് ഓരോ രാഷ്ട്രീയ പ്രേരിതമാണ്. ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങള്. ചിലർക്ക് അതിന്റെ അനുസരിച്ചുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നു. ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് എന്നെ ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ, എനിക്ക് ചുമതലയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാറില്ല. അതായത് ജേക്കബിലെ ജോണി നെല്ലൂർ അടക്കമുള്ളവരെ കൂടി താങ്കൾ ഈ കൂട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അതിനാണ് താങ്കളെ ഏർപ്പെടുത്തിയതെന്നും കൂടിയായിരുന്നു ആ വാർത്ത. അല്ല, അത് ജോണി അദ്ദേഹം UDF-ന്റെ ഒരു ഭാഗമാണ്. അത് ഞാൻ എങ്ങനെ അദ്ദേഹത്തെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്? എനിക്ക് ക്ഷണിക്കാനുള്ള അധികാരം എന്താ? അവിടെ തികച്ചും കർഷകരുടെ താല്പര്യങ്ങള് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇൻഫാമിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടന്നു. അതിൽ എന്നെ ക്ഷണിച്ചു. ഞാൻ ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ അവിടെ പോയി എന്നേ ഉള്ളൂ. അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഇല്ല. തീർച്ചയായും കെ മാണിയുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയോ? അല്ല, കെ മാണി സാറുമായിട്ട് ഇടയ്ക്ക് കാണാറുണ്ട്. അതല്ലാതെ കൊണ്ട് രാഷ്ട്രീയമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പേരിൽ വന്ന ഈ വാർത്തയെ സംബന്ധിച്ച് ശക്തമായ വാക്കിൽ താങ്കൾക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിന്റെ കാരണം എന്ത്, അതിനുള്ള പ്രതിഷേധം കൂടി അറിയിക്കേണ്ടതുണ്ട്. ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഞാൻ മാണി രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ആ വാർത്ത വന്നതിന്റെ താല്പര്യം താങ്കൾ നിഗമിക്കുന്നത് എങ്ങനെ? അല്ല, ആ വാർത്ത എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. അതനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കും. ഇത്രയും അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതായത് താങ്കൾ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആ വാർത്ത കൊടുത്തതെന്നാണ്? ഇല്ലില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് അതിനകത്ത് എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചുമതലപ്പെടുത്താത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ല. അതെന്നോട് ചോദിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിഷയം ഇപ്പൊ ഇല്ല. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണി ആണ് ഈ കാര്യത്തിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അതൊരു ഇൻഡിവിജ്വൽ അല്ല അത് തീരുമാനിക്കുന്നത്. അതായത് അപ്പം താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമായി വാർത്ത കൊടുത്തത് പ്രതിഷേധാർഹമല്ലേ? അതെ, അത് തെറ്റായ വാർത്തയാണ്. എന്തായിരിക്കും അതിന്റെ താല്പര്യങ്ങൾ? അത് രാഷ്ട്രീയമായിട്ട് ഓരോ ആളുകൾക്ക് ഓരോ താല്പര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഇൻഫാമിന്റെ നേതൃത്വത്തിൽ നടന്നത് കർഷക കൂട്ടായ്മ വ്യക്തമാണ്. ശ്രീ സ്കറിയ തോമസ് വാർത്ത നിഷേധിച്ച് സ്കറിയ തോമസ്. മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ RSS പ്രചാരകരാകുന്നു എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ദേശാഭിമാനി പാലക്കാട് എഡിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. ദേശാഭിമാനി ദിനപത്രം ആരംഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് നെല്ലറയുടെ നാട്ടിൽ നിന്നുള്ള പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 9ാം എഡിഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പാലക്കാട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കോടിയേരി നിർവഹിച്ചു. പാലക്കാട് നിന്ന് അച്ചടിച്ച പത്രത്തിന്റെ ആദ്യ കോപ്പി CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രന് കോടിയേരി കൈമാറി. മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ RSS പ്രചാരകരാകുന്നു എന്ന് കോടിയേരി പറഞ്ഞു. LDF സർക്കാരിനെ അസ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും കോടിയേരി പറഞ്ഞു. RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദേശാഭിമാനി പത്രമാണ്. മറ്റു പത്രങ്ങളെല്ലാം ഈ പ്രശ്നത്തിൽ ചാഞ്ചാടുകയും മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ തന്നെ RSSന്റെ പ്രചാരകന്മാരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വരിക്കാരെ ചേർത്തവർക്കുള്ള പുരസ്കാരം മന്ത്രി AK ബാലൻ വിതരണം ചെയ്തു. ചീഫ് എഡിറ്റർ MV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ മാനേജർ KJ തോമസ്, MP മാരായ MB രാജേഷ്, PK ബിജു, A സമ്പത്ത്, MLA മാരടക്കമുള്ള നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഒറ്റക്കെട്ടെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. പാപ്പാത്തിച്ചോലയിൽ കുരിശ് പൊളിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ കണ്ടെത്തട്ടെയെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഒരനിശ്ചിതത്വമില്ല. ഭൂമി കയ്യേറ്റത്തെ തടയുക തന്നെ ചെയ്യും. ഭൂമി ആര് കയ്യേറിയാലും ഒഴിപ്പിക്കുക തന്നെ ചെയ്യും.
എൻ്റെ വകുപ്പിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനുള്ള വകുപ്പില്ല. എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങനെ ഗൂഢാലോചന ഉണ്ടായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം എനിക്കത് മനസ്സിലാക്കാനുള്ള വകുപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അല്ല, ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. ഇപ്പം എനിക്കെന്തപ്പോൾ അറിയാം? ഞാനല്ലല്ലോ അത് പറഞ്ഞത്. എൻ്റെ ശ്രദ്ധപ്പെട്ടെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലായവർ പറയും. റവന്യൂ വകുപ്പ് പറയാണ്, മുഖ്യമന്ത്രി പറയാണ്, ഓരോ വകുപ്പ് അവരവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ് എന്നൊക്കെ ധരിക്കുകയാണെങ്കിൽ അതല്ല കേട്ടോ. ഇത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് സമീപനം. അത് ഗവൺമെൻറ് പ്രഖ്യാപിത നിലപാടാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നോട്ട് വേണ്ടവർക്ക് നോട്ടും അല്ലാത്തവർക്ക് ചെക്കും നൽകുമെന്നും ഐസക് പത്തനംതിട്ടയിൽ പറഞ്ഞു. ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം ട്രഷറി ഏറ്റവും അധികം സമ്മർദ്ദത്തിലായത് കഴിഞ്ഞ ശമ്പള ദിവസങ്ങളിലാണ്. എനിക്ക് തോന്നുന്നു ഈ ബാങ്കുകളൊക്കെ ഒരുപാട് സർവീസ് ചാർജൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ ആളുകൾ കയ്യിലുള്ള പണം ബാങ്കിലിടാതായി, കൈ വെക്കാൻ തുടങ്ങി. അതോട് ബാങ്കിൻ്റെ പണമില്ലാതായി. ഇതാ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഏതായാലും ഇത്തവണ ഞങ്ങൾ തയ്യാറല്ല. ട്രഷറിയിൽ സ്തംഭനം ഉണ്ടാവില്ല. പെൻഷനും മറ്റും കൃത്യമായിട്ട് വരുന്നവർക്ക് കാശായി വേണ്ടവർക്ക് കാശായിട്ട് കൊടുക്കാൻ ട്രഷറിക്ക് കഴിയും. അതാണ് അവസ്ഥ. അതുകൊണ്ട് കഴിഞ്ഞ തവണയുണ്ടായ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളമാകുന്നു. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വയംഭരണ സഹകരണ സ്ഥാപനങ്ങൾ ആണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ള ഭാഷ പൂർണ്ണമായും മലയാളമാകുന്നത്. അതേസമയം സർക്കാർ ഉത്തരവിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വയംഭരണ സഹകരണ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെത്തുന്നവർ അതിലേക്കായി ഇനി പൂർണ്ണമായും മലയാള ഭാഷ ഉപയോഗിച്ചാൽ മതിയാകും. അപേക്ഷകളും അതിന്മേൽ സ്വീകരിച്ച നടപടികളും സർക്കാരിൻ്റെ ഉത്തരവുകളും പൂർണ്ണമായും മലയാളത്തിലായിരിക്കും. വിവിധ വകുപ്പുകളിൽ മെയ് 1 മുതൽ ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളമാക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. സംസ്ഥാനത്തെ തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഭാഷ സംബന്ധിച്ച് നിലവിലുള്ള അവകാശങ്ങൾ നിലനിർത്താൻ പ്രത്യേക നിർദ്ദേശമുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, ഹൈക്കോടതി, സുപ്രീം കോടതി, ഇതര സംസ്ഥാനങ്ങൾ, മറ്റു രാജ്യങ്ങൾ, ഇംഗ്ലീഷ് ഉപയോഗിക്കണമെന്ന പ്രത്യേകം പരാമർശമുള്ള സംഗതികൾ എന്നീ സാഹചര്യങ്ങളിലെല്ലാം കത്തിടപാടുകൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഇന്നു മുതൽ മലയാളമേ ഉപയോഗിക്കാവൂ. ഇക്കാര്യം വകുപ്പ് തലവന്മാരും ഓഫീസ് മേധാവികളും ഉറപ്പുവരുത്തേണ്ടതാണെന്ന് ഉത്തരവിൽ പറയുന്നു. ഭാഷാമാറ്റ നടപടികൾ 3 മാസത്തിലൊരിക്കൽ അവലോകനം ചെയ്യണമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയാണ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കണമെന്ന ബിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. മലയാള ഭാഷയെ സംരക്ഷിക്കുകയും ഭാഷയ്ക്കുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന സർക്കാർ നിലപാടിൻ്റെ പ്രതിഫലനങ്ങളാണ് സർക്കാർ ഉത്തരവ് നടപ്പാകുന്നതിലൂടെ കാണാൻ സാധിക്കുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. നെയ്യാറിൽ നിന്നും പമ്പിംഗ് നാളെ തുടങ്ങും. അപ്രായോഗികമെന്ന് വിലയിരുത്തപ്പെട്ട പദ്ധതി ഒറ്റയാഴ്ച കൊണ്ട് പൂർത്തിയാക്കിയാണ് ജലവകുപ്പ് ഉദ്യോഗസ്ഥർ കുടിവെള്ള നിയന്ത്രണം ഒഴിവാക്കുന്നത്. പേപ്പാറ ഡാം വറ്റി തുടങ്ങിയതോടെയാണ് നെയ്യാറിൽ നിന്നും നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള നിർദ്ദേശമുയർന്നത്. ആലോചനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പദ്ധതി അപ്രായോഗികമെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ കുടിവെള്ളക്ഷാമത്തിന് മറ്റൊരു പരിഹാരമില്ലെന്ന് ഉറപ്പായതോടെ ജലവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു. ഒരാഴ്ച കൊണ്ട് പദ്ധതി പൂർത്തിയായി. ഈ കാണുന്ന ഈ ഇറിഗേഷൻ്റെയും ഒരു പ്രയത്ന ഫലമായിട്ടാണ് ഇത് വരുന്നത്. ഇത് കൂടാതെ ഈ കുമ്പിൾമൂട് തോടിലേക്ക് കൊണ്ടുപോകുന്ന ആ അണിയിലക്കടവിലേക്ക് എത്തുന്ന തോട് പൂർണ്ണമായി അങ്ങ് 10 കിലോമീറ്ററോളം, ഏകദേശം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ, പിന്നെ വലിയ തോട് ഒരു 9 കിലോമീറ്റർ, അങ്ങനെ ഏകദേശം 10 കിലോമീറ്ററോളം അവർ വൃത്തിയാക്കി വീതിയുള്ള സ്ഥലത്ത് ചാക്കടുക്കി സീപ്പേജ് ഉള്ള സ്ഥലത്ത് ടാർപ്പാളിനിട്ട് ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. കാട്ടിലൂടെ പാതകൾ വെട്ടി കരിങ്കല്ലിട്ട് ടൺ കണക്കിന് ഭാരമുള്ള ഡ്രജറുകൾ നെയ്യാറിലെത്തിച്ചു. വെള്ളമൊഴുകുന്ന തോടുകൾ വൃത്തിയാക്കി. ശ്രമകരമായ ഓപ്പറേഷൻ നെയ്യാർ എന്ന ദൗത്യം ഒറ്റയാഴ്ച കൊണ്ട് പൂർത്തിയാകുന്നു. അൺലോഡിങ് അതിസാഹസികമായിരുന്നു. അത് ക്രെയിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകൾ ഉണ്ടാക്കി ക്രെയിൻ അഡീഷണലായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഞങ്ങളിത് ഇവിടെ ഇറക്കിയത്. വെള്ളത്തിൽ ഇറക്കുന്നത് വരെ ഞങ്ങൾക്ക് ഒരു
ടെൻഷനായിരുന്നു. വെള്ളത്തിലിറക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറക്കി 5-ആം തീയതി രാത്രി വെള്ളത്തിലിറക്കി 27-ആം തീയതി വൈകിട്ട് ഞങ്ങൾ പമ്പിംഗ് ട്രയൽ എടുത്തു. 28-ആം തീയതി മുതൽ കണ്ടിന്യൂസ് പമ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറിൽ നിന്ന് 100 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം പമ്പ് ചെയ്യാമെന്നാണ് കണക്കുകൂട്ടൽ. കൊടും ചൂട്, ദുർഘടമായ പാതകൾ, നിശ്ചയദാർഢ്യം കൊണ്ട് ഇതിനെ മറികടക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. ഒറ്റയാഴ്ച കൊണ്ട് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം MR സജേഷ്, തിരുവനന്തപുരം. കേരളത്തിലെ TV ഗൃഹോപകരണ വിൽപ്പനക്കാരുടെ സംഘടനയായ ഡാറ്റ ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു. മെഗാ ഡ്രോ ഇവന്റ് ഹൈബി ഈഡൻ MLA ഉദ്ഘാടനം ചെയ്തു. നറുക്കെടുപ്പിലെ വിജയികൾക്ക് 1-ാം സമ്മാനമായി 1 കിലോ സ്വർണം ലഭിക്കും. 2-ാം സമ്മാനമായി 10 പേർക്ക് 1 ലക്ഷം രൂപ വീതവും 3-ാം സമ്മാനമായി 100 പേർക്ക് LED TVയുമാണ് നൽകുന്നത്. സ്മാർട്ട് ഫെസ്റ്റ് 2016 ഭാഗമായാണ് സമ്മാന പദ്ധതി നടപ്പാക്കിയത്.